പ്രിയപ്പെട്ടവരെ, ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിലും അതുപോലെ തന്നെ GCC രാഷ്ട്രങ്ങളിലും പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ എല്ലാം ഉഗ്രസ്ഫോടനം നടക്കുന്നത് അമേരിക്കയിലാണ് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ആദ്യ സ്ഫോടനം ജോക്കൻഡിലൂടെയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ രാജിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ രാജിയുടെ പരമ്പരകളാണ് അമേരിക്കയിൽ നടക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ മന്ത്രി പുറത്താക്കിയിരിക്കുന്നത്, രാജിവെച്ചു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് 12 പ്രധാനപ്പെട്ട ജനറൽമാരോടാണ്. ആ കൂട്ടത്തിൽ അമേരിക്കയുടെ കരസേനാ മേധാവിയും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചു അമേരിക്കൻ സൈനികരിൽ? അമേരിക്കൻ സൈനികർ എന്തുകൊണ്ട് അമേരിക്കൻ നേതൃത്വത്തിന് അംഗീകരിക്കുന്നില്ല? അല്ലെങ്കിൽ അമേരിക്കൻ നേതൃത്വം പറയുന്ന രീതിയിൽ എന്തുകൊണ്ട് അവർ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? എന്താണ് ഈ രാജികൾക്ക് പിന്നിലുള്ള രഹസ്യം എന്നത് ലോകം നാളെ അറിയാനിരിക്കുകയാണ്. ഈ യുദ്ധം അമേരിക്കയ്ക്ക് വേണ്ടിയല്ല, ഇസ്രയേലിന് വേണ്ടിയാണ്. മാത്രമല്ല ഇതിന്റെ പേരിൽ അമേരിക്കൻ സൈനികർക്കിടയിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത്തരം നടപടികൾ. നമുക്കറിയാം, ഈ നടപടി പ്രധാനമായും വരുന്നത് ഇറാനിൽ ഒരു കരയുദ്ധം തുടങ്ങാൻ അമേരിക്ക നീക്കം നടത്തുന്ന ഘട്ടത്തിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ഒരു നീക്കത്തിനെതിരെ ശക്തമായ നിലപാട് ഈ സൈനികർ എടുത്തിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട നമ്മുടെ സംശയം. കാരണം ഈ കൂട്ടത്തിൽ അവരുടെ കരസൈന്യത്തിന്റെ മേധാവിയും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ആർക്ക് വേണ്ടിയാണ് യുദ്ധം? ഈ സൈനികർ പോലും താല്പര്യപ്പെടാത്ത, നമുക്കറിയാം ഇറാഖിലും ലിബിയയിലും അതുപോലെ സിറിയയിലും ഒട്ടനേകം രാഷ്ട്രങ്ങളിൽ അമേരിക്ക യുദ്ധം ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ യുദ്ധങ്ങളിലൊന്നും കാണാത്ത ഒരു പ്രത്യേകത എന്താണ് ഇറാന്റെ യുദ്ധത്തിൽ അമേരിക്കയിൽ കാണുന്നത്, അമേരിക്കൻ സൈന്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് പ്രത്യേകമായ ചോദ്യമാണ്. ഒരൊറ്റ ദിവസം 12 ജനറൽമാരെയാണ് അമേരിക്ക സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടത് എന്ന് പറയുമ്പോൾ എന്താണ് അമേരിക്കൻ സൈന്യത്തിൽ സംഭവിക്കുന്നത് എന്ന പ്രത്യേക ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ആ ചോദ്യത്തിന്റെ മറുപടി ഇവരുടെ എല്ലാം എക്സ് പോസ്റ്റിലൂടെ അവര് തന്നെ പുറത്തു പറയും. എപ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിയ ആളുകൾ യുദ്ധത്തിന് നിർബന്ധിതരായി പോകുമ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന സൈനിക നേതൃത്വം അതിനെ അംഗീകരിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. സൈനികരെ ബലിയാടാക്കാനുള്ള നീക്കം അമേരിക്കൻ നേതൃത്വം നൽകുമ്പോൾ അതിനോടൊരിക്കലും യോജിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ അവർക്കെതിരെ ഉണ്ടാകേണ്ടി വന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.